എൻ്റെ മകള് പഠിച്ചത് ജയിലിലാണ്. സാർ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് സാർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നതെന്ന് സാർ ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, വി ക്രിയേറ്റ് ആൻഡ് അതേഴ്സ് ഇമിറ്റേറ്റ്. പലപ്പോഴും ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് പറയുന്ന കാര്യങ്ങൾ സമൂഹം അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒരുപാട് സമയങ്ങൾ എടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ട്രെയിനിങ്ങിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മകള് പഠിച്ചത് ജയിലിലാണ്. ഇത് കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഞെട്ടി ചോദിക്കും, എന്താ ജയിലിലോ, ഏത് ജയിലിലാണ് പഠിച്ചതെന്ന്. ഞാൻ അവരോട് ചോദിക്കും, എന്താ ജയിലുള്ള പ്രത്യേകത? ജയിൽ ഭക്ഷണം കിട്ടും, ജയിൽ വസ്ത്രം കിട്ടും, ജയിലിൽ കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവും, ഒരു ജോലിയും ഒരുപക്ഷെ ജയിലിൽ കിട്ടും. എന്തേ കിട്ടാത്തത്? കിട്ടാത്തത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു വിദ്യാലയത്തിലായിരുന്നു എൻ്റെ മകൾ ചേർന്നിരുന്നത്. ഇന്നത്തെ ബഹുഭൂരിപക്ഷം വിദ്യാലയങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണ്. അവിടെ നമ്മൾ മക്കൾക്ക് അനുവാദങ്ങൾ കൊടുക്കുന്നതിന് പകരമായി വിലക്കുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് പെർമിഷൻ, വി ആർ ഗിവിംഗ് ഇൻജങ്ഷൻസ്. Don't do this, don't do that, don't spit here, don't go there, don't. ഈ വിലക്കുകൾ നമ്മുടെ ഭാവി തലമുറയുടെ വളർച്ചയിൽ എത്രമാത്രം വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഒരു ജയിലിലേക്ക് എൻ്റെ മകനെ പറഞ്ഞേക്കാൻ ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല.